എല്ലാവർക്കും ചിത്രാഞ്ജലിയിലേക്ക് സ്വാഗതം. ഇന്ന് റേഡിയോ ആക്ടിവിറ്റി എന്താണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അണുപ്രസരണം റേഡിയോ ആക്ടിവിറ്റി എന്നത് ചിലതരം ആറ്റങ്ങളുടെയും ഐസോട്ടോപ്പുകളുടെയും കാമ്പുകൾ, അതായത് ന്യൂക്ലിയസ്, ശിഥിലമാകുമ്പോൾ പുറത്തു വരുന്ന ഊർജത്തെ സൂചിപ്പിക്കുന്നു. ഈ ശിഥിലീകരണത്തെ അണുവികിരണ ശോഷണം, റേഡിയോ ആക്റ്റീവ് ഡീകെ എന്ന് വിളിക്കുന്നു. ഈ പ്രക്രിയയിൽ ആറ്റത്തിലെ ന്യൂക്ലിയസ് സ്ഥിരതയില്ലാത്ത അവസ്ഥയിൽ നിന്ന് കൂടുതൽ സ്ഥിരതയുള്ള അവസ്ഥയിലേക്ക് മാറാൻ ശ്രമിക്കുമ്പോൾ ഊർജം പുറത്തുവിടുന്നു. ഇത്തരം വികിരണങ്ങൾ പുറത്തുവിടുന്ന ആറ്റങ്ങളെ അണുപ്രസരണ മൂലകങ്ങൾ, റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് എന്ന് വിളിക്കുന്നു. പ്രകൃതിയിൽ കാണപ്പെടുന്ന യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ ഉദാഹരണങ്ങളാണ്. ഈ മൂലകങ്ങൾ കാലക്രമേണ ക്ഷയിച്ച് റേഡിയം, റഡോൺ തുടങ്ങിയ മറ്റു മൂലകങ്ങളായി മാറുന്നു. ഈ പ്രക്രിയയിൽ ഊർജം പുറത്തുവിടുന്നു. അത് ആൽഫ, ബീറ്റ, ഗാമ വികിരണങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ചുരുക്കത്തിൽ അണുപ്രസരണം, റേഡിയോ ആക്ടിവിറ്റി എന്നത് അസ്ഥിരമായ ആറ്റങ്ങളുടെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ കാമ്പുകൾ വിഘടിച്ച് ഊർജം പുറത്തുവിടുന്ന പ്രതിഭാസമാണ്. എല്ലാവർക്കും നമസ്കാരം.